പാർട്ടി നേതാക്കൾ കൂട്ടത്തോടെ കോടതി മുറിയിലേക്ക്. എം.വി. ഗോവിന്ദനും. വഞ്ചിയൂരിൽ റോഡടച്ചുപൂട്ടി CPM ഏരിയ സമ്മേളനം നടത്തിയതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി. 3 ആഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാമെന്ന് ഗോവിന്ദൻ അറിയിച്ചു. ഈ കേസിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഗോവിന്ദനെ ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, S. മുരളീകൃഷ്ണ എന്നിവരുടെ ബെഞ്ച് ഒഴിവാക്കി. കേസ് മാർച്ച് 3 വീണ്ടും പരിഗണിക്കും. ഡിവിഷൻ ബെഞ്ച് സ്വമേധയെടുത്ത കേസിലാണ് നേരിട്ടെത്തിയത്. ഗതാഗതം തടസ്സപ്പെടുത്തി രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളും സമരങ്ങളും സംഘടിപ്പിച്ചതിന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഹാജരായിരുന്നു. മുൻ സ്പീക്കർ M. വിജയകുമാർ, MLA-മാരായ കടകംപള്ളി സുരേന്ദ്രൻ, V. ജോയി, V. കെ. പ്രശാന്ത്, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, DJ വിനോദ് MLA തുടങ്ങിയവരാണ് കഴിഞ്ഞ ദിവസം ഹാജരായത്. ഇനി ഹാജരാകുന്നതിൽ നിന്ന് ഇരുവരെയും ഒഴിവാക്കിയിരുന്നു. വഞ്ചിയൂർ ബാലരാമപുരം സെക്രട്ടേറിയറ്റിന് മുൻവശം കൊച്ചിൻ കോർപ്പറേഷൻ ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വഴിയടച്ച് സമരം ചെയ്തതിനാണ് ഹൈക്കോടതി കോടതിയലക്ഷ്യ കേസ് സ്വീകരിച്ചതും കടുത്ത നടപടികളിലേക്ക് കടന്നതും. സംഭവങ്ങളെക്കുറിച്ച് വ്യക്തമാക്കി പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും റിപ്പോർട്ടിൽ ഇന്നും കോടതി അതൃപ്തി രേഖപ്പെടുത്തി. ഇക്കാര്യത്തിൽ അധിക സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശമുണ്ട്. റോഡ് അടച്ചുള്ള പരിപാടികൾ ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നും അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന് തിരക്കിലായതിനാൽ ഒഴിവാക്കണമെന്ന് M.V. ഗോവിന്ദൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇന്നത്തേക്ക് മാറ്റിയത്. കേസിൽ എതിർകക്ഷികളായ പോലീസ് ഉദ്യോഗസ്ഥർ സമർപ്പിച്ച സത്യവാങ്മൂലം തൃപ്തികരമല്ലെന്ന് വിലയിരുത്തിയ കോടതി സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന സംഭവങ്ങൾ അവസാനിപ്പിക്കാൻ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്.